സ്കൂളുകളിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിക്കുന്ന അധ്യാപകരുടെ നിയമനങ്ങൾക്ക് അംഗീകാരം നൽകാനുള്ള അധികാരം വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർമാർക്ക് നൽകണമെന്ന് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കോതമംഗലം ഉപജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ടൗൺ യു.പി. സ്കൂളിൽ നടന്ന സമ്മേളനം KSTS സംസ്ഥാന കമ്മിറ്റി അംഗം ഷാജിമോൻ KR ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പദ്ധതിയെക്കുറിച്ച് ഇന്ത്യ ഗവൺമെന്റ് പുനരാലോചിക്കണമെന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ മേഖലയിൽ കോൺട്രിബ്യൂട്ടറി പെൻഷൻ പദ്ധതി വന്നത്. അപ്പം ലോകത്താകെ സാമ്രാജ്യത്വ ശക്തികൾ എടുക്കുന്ന നയങ്ങളും തീരുമാനങ്ങളും അത് ഇന്ത്യയിലൂടെ നമ്മൾ കേരളത്തിലും എത്തിച്ചേർന്നു. അതിൻ്റെ പരിണിത ഫലമാണ് നമ്മുടെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്നു, നമ്മുടെ തൊഴിൽ സുരക്ഷിതത്വം ഇല്ലാതാകുന്നു ഉള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അങ്ങനെ നോക്കുമ്പോൾ ലോകത്ത് രണ്ട് ചേരികളുണ്ട്, സാമ്രാജ്യത്വ ചേരിയും അതോടൊപ്പം തന്നെ സോഷ്യലിസ്റ്റ് ചേരിയും. ഈ സോഷ്യലിസ്റ്റ് ചേരി 1991 നിലം പതിച്ചുവെന്നും അതിനുശേഷം സാമ്രാജ്യത്വം മാത്രമേ ഉള്ളൂ, മുതലാളിത്തം മാത്രമേ ഉള്ളൂ എന്ന ചിന്തയ്ക്ക് ആ സ്ഥിതിവിശേഷത്തിന് മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ജില്ലാ പ്രസിഡന്റ് റൈജു എബ്രഹാം അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഉപജില്ലാ സെക്രട്ടറി M. നിയാസ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ അഞ്ജു MS വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ നേതാക്കളായ അബൂബക്കർ TA, ഷമീദ AE, അനീഷ് KR എന്നിവരും എൻജോ യൂണിയൻ നേതാവായ എൽദോസ് ജേക്കബ്, മുൻ നേതാക്കളായ P. അലിയാർ, SM അലിയാർ, MD ബാബു, സജിമോൻ KN, OP ജോയ് തുടങ്ങിയവർ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ആനി ജോർജ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമായ CS ദിലീപ് കുമാർ സമ്മേളന നിരീക്ഷകനായി. സമ്മേളനത്തിൽ സബ് ജില്ലാ പ്രസിഡന്റായി അനീഷ് KR, സെക്രട്ടറിയായി M. നിയാസ്, ട്രഷററായി രഞ്ജു MS എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.